പിറ്റേന്ന് മുതൽ റൂഡി തങ്ങളുണ്ടാക്കിയ ഷൂസുമായി ധാരാളം കായിക താരങ്ങളെ കാണാനായി പോയി. ഷൂസ് ഉപയോഗിച്ച് നോക്കിയവർ റൂഡിയോട് നല്ല അഭിപ്രായം പറയുകയും ഷൂസ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ച് റൂഡിക്ക് കൈ കൊടുക്കുകയും ചെയ്യുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് റൂഡി ഷൂസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ സൂക്ഷിക്കണമെന്നും ഷൂസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കായിക താരങ്ങൾക്ക് വിശദമായി പറഞ്ഞു നൽകി. അങ്ങനെ പതിയെ പതിയെ റൂഡി തൻ്റെ കയ്യിലുള്ള ഷൂകൾ ഓരോന്നോരോന്നായി വിറ്റു തീർത്തു. അങ്ങനെ അവരുടെ കമ്പനി വളരാനായി തുടങ്ങി. നഗരമധ്യത്തിലെ നോട്ടീസ് ബോർഡിൽ പല തസ്തികകളിലായി ഷൂ കമ്പനിയിലേക്ക് ആളുകളെ വേണമെന്ന നോട്ടീസ് റൂഡി പതിപ്പിച്ചു. എന്നാൽ യുദ്ധസമയമായതുകൊണ്ട് തന്നെ എല്ലാ കമ്പനിയിൽ നിന്നും ആളുകളെ പിരിച്ചുവിടുകയാണ്. അതിനാൽ തന്നെ ഇത്രയും ആളുകളെ ജോലിക്കെടുക്കണോ എന്ന് ആടി റൂഡിയോട് ചോദിക്കുന്നു. എന്നാൽ താൻ ഇന്ന് 273 പേർ ഷൂകൾ വിറ്റെന്നും ഇനിയും നമ്മുടെ ഷൂകളുടെ ക്വാളിറ്റി കൂട്ടേണ്ടതുണ്ടെന്നും അതിനാൽ തന്നെ ആളുകളെ ജോലിക്ക് വെക്കുന്നതിൽ കുഴപ്പമില്ല എന്നും റൂഡി മറുപടിയായി പറഞ്ഞു. റൂഡിയോട് സംസാരിക്കുന്നതിനിടയിൽ ആടി ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ആടിക്ക് അവളോടൊരു താല്പര്യം തോന്നി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവർ ഷൂ ഫാക്ടറിയിലേക്ക് ആളുകളെ നിയമിച്ചു. ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആടിയും ഷൂവിൻ്റെ ക്വാളിറ്റി കൂട്ടാനായി പരിശ്രമിക്കാൻ തുടങ്ങി. എത്ര പരിശ്രമിച്ചിട്ടും കാഠിന്യം കുറഞ്ഞ രീതിയിൽ ഷൂ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആടിക്ക് ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ മറ്റൊരു മെറ്റീരിയൽസ് ഉപയോഗിക്കാമെന്ന് ആടി ജാക്കിനോട് പറയുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കമ്പനി ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നാണ് റൂഡി പറയുന്നതെന്ന് ജാക്ക് മറുപടിയായി പറഞ്ഞു. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന ഷൂ നല്ല ക്വാളിറ്റി ഉള്ളതാകണമെന്നും കമ്പനിയുടെ ലാഭം ഞാൻ നോക്കുകയില്ല എന്നും ആടി പറഞ്ഞു. കമ്പനിയുടെ അധിക ലാഭത്തിനു വേണ്ടി നമ്മുടെ ഷൂവിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ എനിക്ക് സാധിക്കില്ല എന്നും ആടി കൂട്ടിച്ചേർത്തു. അങ്ങനെ വീണ്ടും തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധിക്കുന്നു ആടി. ഷൂവിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പല പല കാര്യങ്ങളും ആടി ചെയ്യുന്നു. റൂഡിയുടെ കാറിൻ്റെ ടയർ ഉപയോഗിച്ച് ഷൂവിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ആടി ശ്രമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടിയുമായി ആടി പ്രണയത്തിലാകുന്നു. തുടർന്ന് ഇരുവരും വിവാഹിതരായി. വിവാഹ വിരുന്നിൽ താൻ കഷ്ടപ്പെട്ട് കൈകൊണ്ട് നിർമ്മിച്ച ഷൂ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ആടി നൽകി. പതിയെ പതിയെ ഷൂ കമ്പനി വളർന്നു. കമ്പനിയിൽ ദിവസേന നിർമ്മിക്കുന്ന ഷൂകളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ആളുകൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കമ്പനി വളർത്തിക്കൊണ്ടുവന്നു. അവരോടൊപ്പം ആടിയും ചേർന്ന് ഷൂകൾ മികച്ചതാക്കാൻ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തിവരുന്നു. കമ്പനിയുടെ വളർച്ചയിൽ ആടിയുടെ ഭാര്യയായ കൈത്തിനും ഭാഗമാകണമെന്ന് തോന്നി. അതിനാൽ തന്നെ ഷൂ കമ്പനിയിൽ ഒരു ജോലിക്കാരിയായി കൈത്തും ചേർന്നു. കൈത്തിന്റെ കഴിവ് മനസ്സിലാക്കിയ ആടി റൂഡിയോടൊപ്പം ബാങ്ക് മാനേജറിനെ കാണാനായി അയച്ചു. കൈത്തും റൂഡിയും ചേർന്ന് മാനേജറിനെ പറഞ്ഞു മനസ്സിലാക്കി ബാങ്ക് ലോൺ നേടിയെടുക്കുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഡാസ്ലർ ബ്രദേഴ്സ് അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ഷൂ നിർമ്മാതാക്കളായി മാറി. വീണ്ടും അവർ ധാരാളമായി ഷൂകൾ വിൽക്കാൻ തുടങ്ങി. എന്നാൽ റൂഡി കമ്പനിയുടെ അധിക ലാഭത്തിനു വേണ്ടി ക്വാളിറ്റി കുറഞ്ഞ ഷൂകൾ വിൽക്കാൻ കൈത്തിനെ നിർബന്ധിക്കുന്നു. പക്ഷേ ആടിയുടെ ഷൂ മികച്ച ക്വാളിറ്റിയിലുള്ളതാകണമെന്നും ഇങ്ങനെയുള്ള ഷൂ വിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും കൈത്ത് റൂഡിയോട് പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തിൽ റൂഡി, ബിസിനസ് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്നും നീ ഇവിടുത്തെ ഒരു ക്ലർക്ക് മാത്രമാണെന്നും ക്ലർക്കിന്റെ ജോലി നോക്കിയാൽ മതിയെന്നും കൈത്തിനോട് പറയുന്നു. വിഷമത്തിൽ കൈത്ത് അവിടെ നിന്ന് പോയി. കേറ്റ് പോയതിനു ശേഷം തന്റെ ഭാര്യയോട് ഇങ്ങനെ അപമര്യാദയായി പെരുമാറരുതെന്ന് ആടി റൂഡിയെ വാൺ ചെയ്യുന്നുമുണ്ട്.